മക്കളെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ജെറുസലേം പ്രയർ ലൈൻ വലിയ സ്നേഹത്തോടെ ശ്രവിക്കാൻ കാത്തു നിൽക്കുന്ന നിങ്ങളിലേക്ക് ഇതാ വചനമാകുന്ന യേശു നിങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് കടന്നു വരികയാണ്. ഒരുപക്ഷെ സകലവിധ പാപങ്ങൾക്കും സാഹചര്യങ്ങൾക്കുമൊക്കെ അടിമകളായിട്ടുള്ളവരുണ്ടാകാം. എത്ര ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ മാറിപ്പോകാത്തവരുണ്ടാകാം. ഒരാത്മീയമായ വളർച്ച ഉണ്ടാകാത്തവരുണ്ടാകാം. ഇതാ ഇപ്രകാരം വിഷമിക്കുന്ന സർവ മക്കൾക്കുമായി കർത്താവിൻ്റെ വചനമാകുന്ന യേശു ഇതാ നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. 121 സങ്കീർത്തനം 7 വാക്യം. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്നെ ജീവൻ സംരക്ഷിക്കും. മകളെ, എൻ്റെ എല്ലാ നിമിഷങ്ങളിലും, എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളിലും രക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇത് വിശ്വസിക്കാൻ സാധിക്കുമോ? വിശ്വസിക്കണം. ദൈവഭയവും ദൈവഭക്തിയും നഷ്ടപ്പെടുമ്പോൾ പാപം വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള പ്രേരണയുണ്ടാകുകയാണ്. തിന്മകളിൽ കുടുങ്ങുമ്പോൾ അതിനെതിരെയുള്ള പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് വലിയ ദുരന്തം. ഏത് പാപിയെയും ഏത് തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവിത കാത്തു നിൽക്കുകയാണ്. മദ്യപാനത്തിൻ്റെ, ലഹരി വസ്തുക്കളുടെ, അഹങ്കാരത്തിൻ്റെ, കോപത്തിൻ്റെ, അസൂയയുടെ, വികാരത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ, എന്നെ, നമ്മെ എല്ലാവരെയും കാത്തുകൊള്ളും. നമ്മുടെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല, രക്ഷിക്കുന്ന ദൈവമാണ്. ലോക സുഖങ്ങൾ വിട്ടുപേക്ഷിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ, പശ്ചാത്താപത്തിൻ്റെ കണ്ണീരൊഴുക്കാൻ തയ്യാറാകുമ്പോൾ, പരിഹാര ജീവിതം ആരംഭിക്കുമ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ കാത്തുകൊള്ളുകയും ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുക്കുകയും ചെയ്യും. മകളെ, പഠിക്കേണ്ട കാലത്ത് പഠിക്കാത്തതിലുള്ള വേദനയുള്ളവരുണ്ട്. പ്രാർത്ഥിക്കേണ്ട കാലത്ത് പ്രാർത്ഥിക്കാത്തവരുണ്ട് ഈ സമൂഹത്തിൽ. അനുദപിക്കേണ്ട കാലത്ത് അനുദപിക്കാത്തവരും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. പരിശ്രമിക്കേണ്ട സമയത്ത് പരിശ്രമിക്കാത്തവരും ഈ സമൂഹത്തിലുണ്ട്, അല്ലേ? അവരോട് ഈശോ പറയുകയാണ്, വിഷമിക്കേണ്ട, ശേഷിക്കുന്ന സമയം നന്നായി പ്രയോജനപ്പെടുത്തുക, തിരിച്ചു നടക്കുക, പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക, പരിഹാരം അനുഷ്ഠിക്കുക. ദൈവം വീണ്ടും നമ്മോട് കരുണ കാണിക്കും, എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മുടെ വീട്ടിലും നമ്മുടെ പഠിക്കുന്ന പഠനഗ്രഹത്തിലും വന്ന് നിറയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.